ഹലോ, ഇന്ന് ഞാൻ ചെയ്യുന്ന റെസിപ്പി ഒരു ഫില്ലിംഗ് കോണപ്പമാണ്. അതിനായി ഞാൻ പച്ച നെല്ല് കുത്തിയ അരി 5 മണിക്കൂർ കുതിർത്ത് മിക്സിയിൽ പൊടിച്ച് അരിച്ചെടുത്തതാണ്. ഇത്തിരി തരിയും കൂടെ വേണം. ഇതിനെ ആവിയിലേക്ക് വേവിക്കാൻ വെള്ളം വെച്ച് തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് മാവ് ഇറക്കി വെച്ച് അടപ്പ് വെച്ച് അടച്ച് ഇതിനെ നല്ലതുപോലെ ആവി കയറ്റി വേവിച്ചെടുക്കണം. ഇവിടെ മാവ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. മാവ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ തണുത്തതിന് ശേഷം കുഴച്ചെടുക്കാം. അതുകൊണ്ട് ആവി നല്ലതുപോലെ ആവി പറക്കുന്നുണ്ട്. അകത്ത് വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല. തണുത്തതിന് ശേഷം ഇതിനെ കുഴച്ചെടുക്കാം. ഫില്ലിങ്ങിന് വേണ്ടി സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ ചോപ്പ് ചെയ്ത നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് കിണ്ടി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കാണ് അടുത്ത് ശർക്കര ഇട്ട് കൊടുക്കണം. നട്ട്സ് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ശർക്കരയാണ്. ഇതിൽ മണ്ണൊന്നും ഇല്ലാത്ത കൂടിയ ശർക്കരയാണ്. അത് കാരണം ഞാൻ അലിയിച്ചെടുക്കുന്നില്ല. ഇത് ഉരുക്കാതെ തന്നെയാണ് ഞാൻ ഇതിൽ നേരിട്ട് ചേർത്തിരിക്കുന്നത്. ഇതിൽ ഒരു മണ്ണോ പൊടിയോ ഒന്നും ഇല്ലാത്ത ശർക്കരയാണ്. ഇപ്പോൾ ഉരുകി വരുന്നുണ്ട്. നല്ല ഉരുകി. ഇതിനെ ഇത്തിരി ഒന്ന് വരട്ടിയിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. നല്ല ഉരുകി നല്ല മണം വരുന്നുണ്ട്. നെയ്യുടെയും ശർക്കരയുടെയും നട്ട്സിൻ്റെ എല്ലാം ഒരു മണം വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് തേങ്ങ ഇതിലേക്ക് തട്ടിക്കൊടുത്ത് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് നല്ല രീതിയിലൊന്ന് കിണ്ടി കൊടുക്കാം. ശർക്കരയുടെ നീരെല്ലാം വറ്റി നല്ല വരണ്ട് വരുന്നുണ്ട്. ഇതിൽ നട്ട്സ് ഇല്ലാത്തവർക്ക് ചേർക്കണ്ട കേട്ടോ, ഉള്ളവർ ചേർത്താൽ മതി. ഇല്ലെന്നും പറഞ്ഞും കുഴപ്പമില്ല. പിന്നെ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇതിലേക്ക് ഇനി തീ കുറച്ചതിന് ശേഷം ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചു വെച്ചതാണ്, അതങ്ങ് ചേർത്ത് കൊടുക്കാം. ചുക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഫ്ലേവർ, മണവും ടേസ്റ്റും എല്ലാം വേറെയാണ്. അതും കൂടെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം. നല്ല രീതിയിലായിട്ടുണ്ട്. നീരിൻ്റെ അംശം ഒന്നുമില്ല. ഇതിനി തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇനി മാവ് കുഴയ്ക്കാം. ഫില്ലിംഗ് കോണപ്പത്തിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി മാവ് കുഴയ്ക്കാം. അതിനായി ഞാൻ ഇതിൽ സ്റ്റീം ചെയ്തെടുത്ത മാവ് ഒരു ബൗളിൽ തട്ടി ഇതിലേക്ക് കുറച്ച് മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് 1/2 കുഞ്ഞ് സ്പൂണ് 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ 1 കപ്പ് തേങ്ങ തിരുമിയത് അതും ചേർത്ത് ഈ മാവിന് മധുരം ബാലൻസ് ചെയ്യാൻ ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ശർക്കര ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഒന്ന് തിരുമി ചെറു ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കും.
നല്ലതുപോലെ കുഴഞ്ഞ് വരുന്നുണ്ട്. ഇതാണ് പരുവം. വേണ്ട, ഇങ്ങനെ ഇങ്ങനെ നമുക്കിങ്ങനെ നിരത്താൻ പാകമായിരിക്കണം. പക്ഷേ ഈ അരി കുതിർത്ത് പൊടിച്ച് സ്റ്റീം ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ റെഡിമെയ്ഡ് വാങ്ങിയാലും മതി. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഒന്നുകൂടെ കൂടുന്നത് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ആവാം. അരിയുടെ മാവ്, പച്ചനെല്ല് കുത്തിയ അരിയുടെ മാവ് മേടിച്ചാലും മതി. ഇവിടെ കോണപ്പം ഉണ്ടാക്കാനുള്ള മാവ് റെഡിയായിട്ടുണ്ട്, ഫില്ലിങ് റെഡിയായിട്ടുണ്ട്, ഇല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയാലോ? കുറച്ച് മാവെടുത്ത് ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ നിരത്തി ഇലയ്ക്കകത്ത് വെച്ച് തന്നെ വിരലിങ്ങനെ ഉള്ളിലോട്ട് പോയി നിരത്തി കൊണ്ടുവരണം. ഭയങ്കര തീരെ തിന്നായിട്ടും വേണ്ട, തീരെ കട്ടിയും വേണ്ട. ഇനി ഇതിലേക്ക് കൂട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഫില്ലിങ് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറക്കി വെച്ചിട്ട് കുറച്ച് മാവ് കൂടെ എടുത്ത് ഇങ്ങനെ നിരത്തി ഇതിനെ പിടിച്ചിങ്ങനെ മടക്കി ഫില്ലിങ് വെളിയിലേക്ക് വരാത്ത വിധത്തിൽ വേണം മടക്കി കൊടുക്കാൻ. ഇതേ രീതിയിൽ ഇനി എല്ലാം ഇതുപോലെ ചെയ്തെടുക്കണം. അതേപോലെ രണ്ടാമതും ഇതുപോലെ ഇങ്ങനെ നിരത്തി വീണ്ടും ഇതേ രീതിക്ക് നിരത്തിയിട്ട് ഫില്ലിങ് എടുത്ത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. കൈ കൊണ്ടങ്ങ് താത്തി വെച്ച് കൊടുത്താലും മതി. കുറച്ച് മാവ് വീണ്ടും എടുക്കണം, ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ അങ്ങ് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നല്ല അതേപോലെ ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. ഇനി എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ബാക്കി മാവും കൂടെ ഇതേപോലെ എല്ലാം ചെയ്ത് റെഡിയാക്കിയെടുക്കാം. ഫില്ലിങ് കോണപ്പം എല്ലാം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിനെ ഇനി സ്റ്റീം ചെയ്യാനായിട്ട് ഇഡ്ഡലി കുക്കറിൻ്റെ തട്ടിലേക്ക് മാറ്റാം. വെള്ളം തിളപ്പിച്ച് ആവി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് വയ്ക്കാം. എല്ലാം ഇഡ്ഡലി കുട്ടത്തിൻ്റെ തട്ടിലേക്ക് സ്റ്റീമറിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി ഇതിനെ ഫുൾ തീയിൽ അരമണിക്കൂർ വേവിക്കാം. എന്നിട്ട് കുത്തി നോക്കാം, വെന്തോ എന്ന് നോക്കിയിട്ട് ഇത് വെന്തോ എന്ന് നോക്കാം. അതിനായി ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുന്നുണ്ട്. നല്ല വെന്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട്. പച്ചനെല്ലിൻ്റെ രുചിയുടെ ടേസ്റ്റ് ആ മാവിൻ്റെ എല്ലാ വീട്ടമ്മമാർക്കും അത് അറിയാവുന്നതാണ്. നല്ല മണം വരുന്നുണ്ട്. ഇത് സ്റ്റൗ ഓഫ് ചെയ്യണം. ഫില്ലിങ് കോണപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഇനി അത് ഞാൻ പറയേണ്ട കാര്യമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ലൈക്ക്, ഷെയർ ചെയ്യാനും മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ. നാളെ വീഡിയോയിൽ വരുന്നത് വരെയും ബായ്.